ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 12 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് നിരവധി സ്മാർട്ട് ഫോണുകളാണ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത്. അതെല്ലാം തന്നെ മികച്ച സ്മാർട്ട് ഫോണുകൾ ആയിരുന്നു. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ഇൻഫിനിക്സ് നോട്ട് 12 എന്ന ഈ സ്മാർട്ട് ഫോൺ നല്ല മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ വിലയും ക്വാളിറ്റിയുമാണ്. നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്നതിൻ്റെ വേരിയൻറ്റ് 4GB റാമും 64GB സ്റ്റോറേജും ആണ് ഉള്ളത്. അതുമാത്രമല്ല ഇതിൽ 3GB വെർച്വൽ റാമും നൽകിയിട്ടുണ്ട്. 7GB റാം വരെ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ നൽകിയിട്ടുള്ളത് മീഡിയടെക്കിൻ്റെ G88 എന്ന ഗെയിമിംഗ് പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും നൽകുന്നുണ്ട്. അടുത്തത് ചാർജിംഗ് സെക്ഷൻ നോക്കിയാൽ 5000 mAh ബാറ്ററി ആണ് നൽകിയിട്ടുള്ളത്. അത് ചാർജ് ചെയ്യാൻ 33 വോൾട്ട് ഫാസ്റ്റ് ചാർജറും ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. 0 നിന്ന് 100% വരെ ആകുവാൻ ഏതാണ്ട് 1.5 മണിക്കൂർ വരെ സമയം എടുക്കുന്നതാണ്. ഇതിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് നൽകിയിട്ടുള്ളത്. 50 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയും 2 MB ഡെപ്ത് ക്യാമറയും സെൽഫിക്കായി 16 MB ക്യാമറയുമാണ് നൽകിയിരിക്കുന്നത്. ഈ സ്മാർട്ട് ഫോണിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നൽകിയിരിക്കുന്നത് ഇൻഫിനിക്സിന്റെ XOS 10.0 ആണ് നൽകിയിരിക്കുന്നത്. ഇത് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത് 6.7 AMOLED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ബ്രൈറ്റ്നസ് 1000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സിനാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിക്ചർ ക്വാളിറ്റിയൊക്കെ വളരെ ഷാർപ്പും വളരെ ക്ലാരിറ്റിയും ഉള്ള ആണ് നൽകിയിട്ടുള്ളത്. ഡിസ്പ്ലേ കുറിച്ച് പറയുമ്പോൾ ഇൻഫിനിക്സ് ഇന്ന് വരെ ഇറക്കിയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഇൻഫിനിക്സ് നോട്ട് 12 എന്ന ഈ സ്മാർട്ട് ഫോൺ. ബ്രൈറ്റ്നസ് ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല, കാരണം അത്രയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഫിനിക്സ് ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ സ്മാർട്ട് ഫോണിലൊക്കെ നൽകിയിട്ടുള്ളത്. നമ്മൾ ഏത് പൊസിഷനിൽ നിന്ന് നോക്കിയാലും പക്ക ഷാർപ്പായിട്ട് തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി ഉള്ളത്. ഇനി നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഒന്ന് കേട്ടു നോക്കാം. ഇതിൽ 2 സ്പീക്കറുകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് താഴ്ഭാഗത്ത് ഉള്ള സ്പീക്കറും ഒന്ന് ഇയർ പീസിന്റെ അവിടെ വരുന്ന ഒരു സ്പീക്കറുമാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ അടിപൊളി തന്നെയാണ്. നല്ല കറക്റ്റ് സ്റ്റീരിയോ സെപ്പറേഷനാണ്. ഈ മൊബൈലിന്റെ വലേ സൈഡിൽ വോളിയം കൂട്ടുവാനും കുറയ്ക്കുവാനുള്ള ബട്ടണും തൊട്ട് താഴെ പവർ ബട്ടണും ഫിംഗർ പ്രിന്റ് സെൻസറും നൽകിയിട്ടുണ്ട്. ഇടേ സൈഡിൽ സിം ഇടാനുള്ള സ്ലോട്ടും നൽകിയിട്ടുണ്ട്. പിന്നെ താഴത്തെ സൈഡിൽ ഒരു ഹെഡ്ഫോൺ ജാക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടും പിന്നെ മൈക്രോഫോണും സ്പീക്കർ വെന്റും ചാർജ് ചെയ്യാനുള്ള ടൈപ്പ് സി കണക്ട് ചെയ്യാനുള്ള ഒരു ചാർജിംഗ് പോർട്ടും നൽകിയിട്ടുണ്ട്. മുകളിലത്തെ സൈഡിൽ യാതൊന്നും നൽകിയിട്ടില്ല. പിന്നെ ഇതിൽ സിം ഇടുന്ന സിം ട്രേ നോക്കുമ്പോഴത്തേക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇടുവാൻ സാധിക്കും. ഒരു 4G സിം ഇടുന്ന സ്മാർട്ട് ഫോണാണ്. 5G സിം ഇടാൻ പറ്റില്ല. കാരണം ഈ 5G സിം ഇടുന്നതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 14,999 15 രൂപയാണ് ഇതിൻ്റെ 5G സിം ഇടുന്നതിൻ്റെ സെറ്റിൻ്റെ വില. ഇതിൻ്റെ ഐക്കണൊക്കെ നല്ല ഭംഗിയാണ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിൻ്റെ മോഡലൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് മാറ്റുവാനും സാധിക്കും. ഇനി നമുക്കൊന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ബോക്സിൽ 2 കവറാണ് നൽകിയിട്ടുള്ളത്. ഒരു ബോക്സിനകത്ത് വേറൊരു കവർ നൽകി, അതിൽ നോട്ട് 12 എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള മാർവൽസിൻ്റെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നു അത്. പിന്നെ നമുക്ക് ഇനി ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ കാണാവുന്നതാണ്. അത് മൊബൈൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിൽ കൂടി ഒരു ചാർജർ നൽകിയിട്ടുണ്ട്. 33 വോൾട്ട് ചാർജറാണ് ഇതിൽ കൂടി നൽകിയിട്ടുള്ളത്. അത് ചാർജ് ചെയ്യാനായി ടൈപ്പ് സി കേബിൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നും നൽകിയിട്ടുണ്ട്. പിന്നെ വെൽക്കം ടു ക്ലബ് എന്ന് പറഞ്ഞിട്ട് പേപ്പർ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ നൽകിയിരിക്കുന്നു. സ്റ്റിക്കറുകൾ നൽകിയിട്ടുണ്ട്. മാർവൽസിൻ്റെ കുറച്ച് സ്റ്റിക്കറുകളും ഇതിൽ നൽകിയിരിക്കുന്നു. കൂടാതെ മൊബൈലിൽ ഇടാനുള്ള കവറും ഇതിൽ നൽകിയിട്ടുണ്ട്. ഈ കവർ ഒരു റബ്ബർ ടൈപ്പുള്ള ഒരു ബാക്ക് കവറാണ് നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡിസൈനൊക്കെ ഉള്ള ഒരു കവറാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായി ആണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി.